പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. പ്രവീൺ, ഇന്നലത്തെ ദിവസം ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തതും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയതുമായ ഒരു വാർത്തയാണ് ഈ 13 വയസ്സുകാരുടെ മൊഴി. അതായത് സഹപാഠികളും പ്രായപൂർത്തിയായ മറ്റു ചിലരും ചേർത്ത് 11ഓളം പേർ തന്നെ ശുചിമുറിയിൽ വെച്ചും മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും നിരവധി തവണ നിരന്തരമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെൺകുട്ടി മൊഴി നൽകിയത്. ഇതെല്ലാം ഒരു ക്ഷണനേരം കൊണ്ട് തോന്നിയ ഒരു പകയുടെ പേരിലുള്ള കള്ള ആരോപണങ്ങളും കള്ളമൊഴിയും ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ ദിവസം അതിനേക്കാൾ വലിയ വഴിത്തിരിവാണ്, ട്വിസ്റ്റാണ്, വലിയ ഞെട്ടലാണ് ഉണ്ടാവുന്നത്. എന്താണ് ഈ ഒരു കേസിനുള്ള ഒരു കാരണം, ഈ ഒരു പരാതിയുടെ ഒരു അടിസ്ഥാനം? അതോടൊപ്പം ഈ യുവാക്കൾ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പോലീസ് വലിയ തരത്തിൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. പോലീസിനും ശരിക്കും പണി കിട്ടി അല്ലേ പ്രവീൺ? ഷിഹാസ്, സഹപാഠികൾ തന്നെ പീഡിപ്പിച്ചു എന്ന 13-കാരിയുടെ പരാതി വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലായി. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടി മൊഴി നൽകി. തന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത്. പരാതി വ്യാജമായതിനാൽ കസ്റ്റഡിയിലെടുത്തവർ ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചിരുന്നു. പെൺകുട്ടിയുടെ 4 സഹപാഠികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയായ 2 പേരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയായ 2 പേരിൽ ഒരാളാണ് പോലീസ് തന്നെ മർദ്ദിച്ചുവെന്ന് വെളിപ്പെടുത്തിയത്. പരാതിക്കാരനായ 20-കാരൻ ഇന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പെൺകുട്ടി പീഡന പരാതി നൽകിയ ശേഷം കൂടൽ പോലീസ് 20-കാരന്റെ സഹോദരനെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ആളുമാറി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രായം 28 വയസ്സെന്ന് പറഞ്ഞപ്പോൾ അനുജനുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. 20 വയസ്സുള്ള അനുജനുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടന്റെയും അനുജന്റെയും പേരുകൾ തമ്മിൽ സാമ്യമുണ്ടായിരുന്നു. പോലീസിന് ആള് തെറ്റാൻ കാരണം ഇതാണ്. 28-കാരനെയും കൊണ്ട് പോലീസ് വീട്ടിലെത്തി. തുടർന്ന് അനുജനായ 20-കാരനെ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. തന്നെ പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയതെന്ന് 20-കാരൻ പറഞ്ഞു. ക്വാർട്ടേഴ്സിൽ എത്തിച്ച ശേഷം പോലീസ് ചൂരൽ കൊണ്ട് കാലിന് അടിവശം അടിച്ചു. ബൂട്ടിട്ട് കാലിൽ ചവിട്ടി. 2 ചെവിയിലും മുടിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയതായും 20-കാരൻ പറഞ്ഞു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ് 20-കാരൻ. ഇക്കാര്യം പോലീസിനോട് താൻ പറഞ്ഞതായി സഹോദരൻ പറഞ്ഞു. പോലീസ് ലാത്തിയുമായി പോകുന്നത് കണ്ടപ്പോൾ തന്റെ അനുജനെ മർദ്ദിക്കാനാണെന്ന് മനസ്സിലായി. ഈ സമയം അനുജൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ കാര്യം പോലീസിനോട് പറഞ്ഞുവെന്നും സഹോദരൻ പറയുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് 20-കാരന്റെ തീരുമാനം. 13-കാരിയുമായി തനിക്ക് യാതൊരു പരിചയവുമില്ല എന്ന് 20-കാരൻ പറയുന്നു. അതേസമയം പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 20-കാരനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടിയുടേത് വ്യാജ പരാതിയാണെന്ന് പോലീസിന് മനസ്സിലായപ്പോഴാണ് ഈ മാസം 4-ാം തീയതി പോലീസ് തന്നെ വിട്ടയച്ചതെന്നും 20-കാരൻ പറഞ്ഞു. ശരി പ്രവീൺ, എന്താണെങ്കിലും പോലീസ് ശരിക്കും കുടുങ്ങിയ അവസ്ഥയാണ്. അതോടൊപ്പം ഈ 20 വയസ്സുകാരനും മറ്റ് ചില ചെറുപ്പക്കാരും, അതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലുമുണ്ട്. അവർ ഒരു ദിവസം മുഴുവൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടി, മർദ്ദനം ഉൾപ്പെടെ, അതോടൊപ്പം സമൂഹത്തിന്റെ ആ ഒരു നോട്ടം, ഇവർ കുറ്റവാളികളാണ് എന്നുള്ള ചിന്ത, അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് ഒരു 13 വയസ്സുകാരി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്.